അമേരിക്കയുടെ യുദ്ധവും ചർച്ചയും എന്ന ആ ഒരു തിയറി അവസാനിച്ചിരിക്കുന്നു. ഇനി ചർച്ചയും യുദ്ധവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പരിപാടി ഇല്ല എന്ന് ഇറാന്റെ ഏറ്റവും മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ അഹ്സൻ റദായി ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരിക്കുകയാണ്. 3 ദിവസത്തിലധികം, അതായത് 2 അല്ലെങ്കിൽ 3 ദിവസത്തിനപ്പുറം ഈ യുദ്ധം, അമേരിക്കയുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ടോട്ടൽ വാർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഓരോ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് പകരം ഒരു വ്യാപകമായ ആക്രമണം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നെഗോഷിയേഷൻ ആൻഡ് വാർ പോളിസി ഓവർ, അത് അവസാനിച്ചു എന്നാണ്. ഇങ്ങനെ 2 രീതിയിലുമുള്ള ഒരു നീക്കം അത് അവസാനിച്ചിരിക്കുന്നു അമേരിക്കയുടെ. ഇതൊരു വെറും തട്ടിപ്പ് മാത്രമല്ല ഈ ഫൈറ്റിംഗ് കണ്ടിന്യൂ 3 more days, അങ്ങനെ കൂടുതൽ 3 ദിവസത്തിലധികം പോവുകയാണെങ്കിൽ ടോട്ടൽ ഒഫൻസീവ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനമായ ഒരു സന്ദേശം അമേരിക്കയുടെ നാവികസേനയ്ക്ക് നൽകിയിട്ടുണ്ട്. യുദ്ധം ഇനിയും അവസാനിപ്പിക്കുന്നില്ല, തുടരുകയാണെങ്കിൽ എല്ലാ കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കും. ഇതുവരെ ഒരു ശക്തമായ ആക്രമണത്തിലേക്ക് ഇറാൻ മുതിർന്നില്ല എങ്കിൽ ഇനി ഒരു ശക്തമായ ഒരു ആക്രമണത്തിലൂടെ, അതായത് ഇപ്പോൾ അമേരിക്ക ഒരു 0 ഹവറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ഇറാൻ ഒരു ടോട്ടൽ വാർ പ്രഖ്യാപിച്ച് വ്യാപകമായി അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളെയും അടിച്ചു തകർക്കും, കപ്പലുകളെ ഓരോന്നോരോന്നായി തകർത്ത് കളയും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ പറയുന്നത് ആ ഒരു മുന്നറിയിപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണവും അമേരിക്കയുടെ സൈനികരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. താൽക്കാലികമായി ആ സമയത്ത് ആക്രമണങ്ങൾ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.